പ്രിയപ്പെട്ട യോഗ അധ്യക്ഷൻ സൗപ്രനിൽ, വേദിയിലുള്ള സീനും ശർമ്മയും കെ ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ, സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനിടയായ സാഹചര്യം ഇതിനു മുൻപ് നടന്ന പ്രസംഗങ്ങളിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഏറ്റവും ഉചിതമായ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അത് പൊതുവെ നല്ല സ്വീകാര്യത കിട്ടിയ തീരുമാനമാണ്. ഒരിക്കലും തീരരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ഒഴികെയുള്ള എല്ലാവരും ആ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. നമ്മുടെ മുൻപിൽ വന്ന പ്രശ്നം എങ്ങനെ പരിഹരിക്കാം? മുഖ്യമന്ത്രിയെ സമരസമിതിക്ക് വേണ്ടി ബിഷപ്പ് ഉൾപ്പെടെയുള്ള ആളുകൾ കണ്ട സന്ദർഭത്തിൽ അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരാളെയും ഇറക്കി വിടുന്ന നിലപാട് ഉണ്ടാകില്ല. എന്നാൽ നിയമപരമായി നിങ്ങളുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കാൻ കഴിയും? അത് ഗൗരവമായി തന്നെ പരിശോധിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. ഉന്നതതല യോഗം ചേർന്ന് ഉചിതമായി തീരുമാനമെടുക്കും. ഇത് മുഖ്യമന്ത്രി അവർക്ക് നൽകിയ വാക്കാണ്. യഥാർത്ഥത്തിൽ ഇന്നലെ ക്രിസ്മസ് സമരം പ്രതിപക്ഷം ആകെ അവിടെ ഇത് മുഴുവൻ കുഴപ്പമുണ്ടാക്കിയ ആളുകൾ, ഇതെല്ലാം ചെയ്ത ആളുകൾ ശരിക്കും ഈ യൂദാസിനൊക്കെ ശരിക്കും ക്രിസ്മസിന് വിളിക്കൂ, സാധാരണഗതി വിളിക്കാൻ പാടില്ലാത്ത ഇത് മുഴുവൻ ചെയ്ത ആളുകൾ അവിടെ ഇതിൻ്റെയൊക്കെ ആളുകളായിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവിടെ പോയി പറയുന്ന കാര്യങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ച ഗവൺമെന്റിനെതിരാണ്. ഈ ഗവൺമെന്റ് ആകെ കുഴപ്പമുണ്ടാക്കി. ഞാൻ എല്ലാ വശങ്ങളിലേക്കും കൊണ്ട് കുറെ വിസ്തീരിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ ഗവൺമെന്റ് ചെയ്ത കുഴപ്പം എന്താ? അല്ലെങ്കിൽ LDF ഗവൺമെന്റുകൾ ചെയ്തിട്ടുള്ള കുഴപ്പം എന്താ? ആദ്യം അവര് പറഞ്ഞു ഒരു കുഴപ്പമുണ്ടായില്ല. VS മുഖ്യമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഒരു കമ്മീഷൻ നിയമിച്ചു. ആ കമ്മീഷൻ പറഞ്ഞു ഇത് വഖഫ് ഭൂമിയാണ്. അന്നത്തെ പത്രക്കട്ടിക്കൊക്കെ ഉണ്ട് എൻ്റെ അടുത്ത്. ഞാനിപ്പോ സമയ കുറവുള്ളോട് എല്ലാം എടുക്കുന്നില്ല. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, പ്രതിപക്ഷം പറഞ്ഞു, മറ്റാളുകളും പറഞ്ഞു. ഈ വഖഫ് കമ്മീഷൻ, നിസാർ കമ്മീഷൻ നിയമിച്ചു എന്നുള്ളത് ശരിയാണ്. ആ കമ്മീഷൻ അവന്റെ റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, വി ഹാവ് നോ അതോറിറ്റി, ഞങ്ങൾക്ക് അധികാരമില്ല. ഇത് വഖഫ് ആണോ അല്ലയോ എന്ന് നിർണയിക്കാനുള്ള അധികാരം ഞങ്ങൾക്കില്ല. അത് വഖഫ് ബോർഡിനാണ്. നിങ്ങളുടെ മുൻപിലുള്ള കേസ് പ്രത്യേകിച്ച് എക്സ്പീഡിയേറ്റ് ചെയ്യണം, വേഗത്തിലാക്കണം. ഇതാണ് ഏക ശുപാർശ. അല്ലാണ്ട് ഇപ്പോ ശർമ്മ ആ ക്യാബിനറ്റിലുണ്ട്. ആ ക്യാബിനറ്റിലല്ല തീരുമാനിച്ചത് വഖഫാണ്. ഈ റിപ്പോർട്ട് വന്ന് മന്ത്രിസഭ തീരുമാനിച്ചു ഇത് വഖഫാണ്. അതാണ് ഈ കുഴപ്പം. ഇതായിരുന്നു ആദ്യ റൗണ്ട് പ്രചാരവേല. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് ഇങ്ങനെയാണ് ഈ കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ തന്നെ പബ്ലിക് ഇതിലേക്ക് ഇട്ടു. ആ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഭാഗം തന്നെ ആകെ ഒരു ഗുണമുള്ളത്, നമ്മുടെ മാധ്യമ പ്രവർത്തകർ ആരും ഈ കമ്മീഷൻ റിപ്പോർട്ട് നോക്കില്ല, വഖഫ് ബോർഡിന്റെ തീരുമാനം നോക്കില്ല. ഇവർ പറയുന്നത് ഇങ്ങനെ ഉപ്പ് കൂട്ടാതെ വിഴുങ്ങിക്കൊണ്ടേയിരിക്കും, അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ റിപ്പോർട്ട് കൃത്യമായി പറഞ്ഞു ഞങ്ങൾക്ക് അധികാരമില്ല, അത് വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്. വഖഫ് ബോർഡ് തീരുമാനമെടുത്തു. ആ തീരുമാനമെടുത്തതാണ്, ഇത്രയും പേജുണ്ട് ആ തീരുമാനം. ഈ തീരുമാനമെടുത്ത ബോർഡിന്റെ അധ്യക്ഷന്റെ പേരാണ് പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ. CPM-ന്റെ പൊളിറ്റ്യൂറോ മെമ്പറാണ്. അറിയില്ല നിങ്ങൾ? CPM-ന്റെ നേതാവ് പാണക്കാട്. ഇവർ പറഞ്ഞ കേട്ട നമ്മളാണ് കുഴപ്പമുണ്ടാക്കിയതാണ്. ഇത് CPM-ന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. അതിൽ അദ്ദേഹം എല്ലാ കാര്യങ്ങളും ഈ ബോർഡ് വിശദീകരിച്ചിട്ട് ഇത്രയും പേജുണ്ട്. ഇതാണ് ഇത് വഖഫ് പ്രോപ്പർട്ടിയാണ് എന്ന് പ്രഖ്യാപിക്കുന്ന രേഖ. മറ്റേ രേഖയല്ല, ശങ്കരാടി അതല്ല, ഇതാണ് രേഖ, ഒറിജിനൽ രേഖ. ഇതാണ് വഖഫ് പ്രോപ്പർട്ടി എന്ന് പ്രഖ്യാപിക്കുന്ന രേഖ. അതിൽ ഗൗരവമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എല്ലാ കാര്യങ്ങളും 71-ലെ പറവൂർ കോടതി വിധി, ഹൈക്കോടതി വിധി, അതിനുശേഷം വന്ന കാര്യങ്ങൾ, അങ്ങനെ പോയി വരുമ്പോ രണ്ടാമത്തെ പേജിൽ അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്,
ഒരു MV പോൾ അഡ്വക്കേറ്റ്, സൺ ഓഫ് വർക്കി, അദ്ദേഹത്തെയാണ് ഇത് വിൽക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി. എന്ത് എഗ്രിമെന്റ്? ഒരു സെന്റിന് 500 രൂപ വെച്ച് ഇത് വിൽക്കുന്നതിനുള്ള എഗ്രിമെന്റ് വെച്ച് 10,000 രൂപ ഈ പോള് നാലാം പാർട്ടി എന്ന് പറഞ്ഞാൽ ഇതിൽ പറയുന്ന സെക്രട്ടറി ഫറൂഖ് കോളേജ് മാനേജിംഗ് കമ്മിറ്റിക്ക് 10,000 രൂപ കൊടുത്തു. ദിസ് ഇല്ലീഗൽ എഗ്രിമെന്റ്, നിയമവിരുദ്ധമായ ഈ കരാർ. ആരുടെ കരാർ? പോള് ആരാന്നറിയോ? ദൈവക്കാർക്ക് അറിയില്ലേ ആരാ പോള്? ആരാ? KPCC സെക്രട്ടറി പോള്. ഈ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ MLA എല്ലാവരും നിൽക്കുമ്പോ നമ്മുടെ പുരോഹിതന്മാരോ സമരക്കാരോ മാധ്യമക്കാരോ ആരെങ്കിലും ചോദിച്ചോ? ഈ ഉത്തരവ് പറയുന്നു ഈ പോളിന്റെ ഈ കരാർ ഇല്ലീഗലാണ്, നിയമവിരുദ്ധമാണ്. ഇദ്ദേഹം ജീവിച്ചിരിപ്പില്ല, പോട്ടെ. നിങ്ങളുടെ KPCCയുടെ സെക്രട്ടറി നിയമവിരുദ്ധമായി കരാറുണ്ടാക്കി ഈ പാവങ്ങൾക്ക് വിൽപ്പന നടത്തിയതാണ് കുഴപ്പമെന്ന് ആര് പറഞ്ഞിരിക്കുന്നു? 10 മിനിറ്റ് കൊണ്ടല്ല പറഞ്ഞേക്കണത്. ലീഗിന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. ഇത് വഖഫാണ് എന്ന് പറയുന്നത് ലീഗിന്റെ നേതാവ് പാണക്കാട് റഷീദ് അലി തങ്ങൾ. വഖഫാണെങ്കിൽ വിൽക്കാമോ? വഖഫാണെങ്കിൽ വിൽക്കാൻ പാടില്ല. വിറ്റതോ? നിയമവിരുദ്ധമായ കരാർ ഉണ്ടാക്കി KPCC സെക്രട്ടറി 1998 3 വർഷത്തേക്ക്, അത് കഴിഞ്ഞ് വീണ്ടും ഒരു 3 വർഷം 2001 അടുത്ത് നീട്ടി. അങ്ങനെ അദ്ദേഹമാണ് ഈ വിൽപ്പനയാഗം നടത്തിയത്. അത് നിയമവിരുദ്ധമാണ്. അതാണ് പ്രധാന കുഴപ്പമെന്ന് വഖഫ് ബോർഡ്. ഇത് CPM ഈ മന്ത്രിസഭയോ, ഞങ്ങളുടെ മന്ത്രിസഭ, മുമ്പത്തെ പിണറായി മന്ത്രിസഭ, അല്ലെങ്കിൽ സഖാവ് ശർമ്മ ഉണ്ടായ VS മന്ത്രിസഭ, അതിന് മുൻപുണ്ടായ നായനാർ മന്ത്രിസഭ, അവരാണോ ഈ തീരുമാനമെടുത്തത്? അല്ലല്ലോ. ഇത് വഖഫിന്റെ ലാൻഡാണ് എന്ന് ഈ 4 പേജ് ഉത്തരവിട്ടത് പാണക്കാട് റഷീദ് അലി തങ്ങളാണ്. അദ്ദേഹമാണ് ലീഗിന്റെ നേതാവ്. രജിസ്റ്റർ ചെയ്യണം, രജിസ്റ്റർ ചെയ്ത് അവര് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്ത് തരണം, ഇല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാൻ നടപടിയും ലീഗിന്റെ നേതാവായ CEO എടുത്തു. അതാണ് ഹംസക്ക പറഞ്ഞ CEO, ലീഗിന്റെ നേതാവ്. തീരുമാനം എടുത്തത് റഷീദ് അലി തങ്ങൾ, നടപ്പിലാക്കിയ CEO ലീഗിന്റെ നേതാവ്. അപ്പൊ വഖഫാണെന്ന് പറഞ്ഞ ഞങ്ങളാണോ? ഇനി വഖഫാണ് എങ്കിൽ വിറ്റത് ഞങ്ങളാണോ? നിങ്ങളല്ലേ? KPCC സെക്രട്ടറി അല്ലേ? ഈ പാവങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, വർഷങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ, അവര് താമസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് കാശ് കൂടി വാങ്ങിച്ചിട്ടാണ് ഈ വിൽപ്പന നടത്തിയതാണ്. കാലങ്ങളെ താമസിച്ചുകൊണ്ടിരിക്കല്ലേ? അവരുടെ കയ്യിൽ നിന്ന് പണവും വാങ്ങി വിൽപ്പന നടത്തി. ആ വിൽപ്പന നടത്തി പാവപ്പെട്ടവർ മാത്രമല്ല, ഇപ്പോ 2 ബാറുണ്ട്, ബീർ പാർലർ ഉണ്ട്, റിസോർട്ട് ഉണ്ട്, ഹോം സ്റ്റേ ഉണ്ട്, എല്ലാം ഈ മുനമ്പം ഈ പറയുന്ന പ്രദേശത്തുണ്ട്. ഇപ്പൊ ചിലർ പറയും ഈ ലീഗിന്റെ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഫുൾ ചർച്ചയുണ്ടല്ലോ, മുനമ്പം മുതൽ ഷജറ വരെ മുസ്ലിം ലീഗ് സംസ്ഥാന ഭാരവാഹി യോഗത്തിലെ വാദപ്രതിവാദങ്ങൾ രാഷ്ട്രീയകാര്യ ലേഖൻ മീഡിയ 1 കംപ്ലീറ്റ് ഉണ്ടല്ലോ. അതിൽ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്, ആയി പറയുന്നുണ്ട്. ഞാൻ മീഡിയ 1 കുറ്റം പറയാനല്ല, ഇതിലുള്ള കാര്യം പറഞ്ഞതാണ്. അതിൽ പറയുന്നുണ്ട് ഇത് ലീഗിന്റെ ചിലര് വഖഫല്ല എന്ന് പറയുന്നത് റിസോർട്ടിന് വേണ്ടിയാണ്. ഞങ്ങൾക്ക് ഇപ്പൊ നിയമപരമായിട്ട് ആ ഭൂമിയിൽ അവകാശം സ്ഥാപിക്കപ്പെട്ടാൽ നിയമപരമായി അവിടെ താമസിക്കാൻ അവകാശം, താമസിക്കാൻ, കടമെടുത്താൻ അവകാശം, കടമെടുത്താൻ, റിസോർട്ട് എടുത്താൻ അവകാശം, റിസോർട്ട് എടുത്താൻ, അത് ഗവൺമെന്റിന് മുൻപിലുള്ള പ്രശ്നമല്ല. നിയമപരമായിട്ടുള്ള അവകാശം ഉണ്ടെങ്കിൽ ആ അവകാശം നിയമപരമായിട്ട് കിട്ടുന്നവർക്ക് നിയമപരമായി വിനിയോഗിക്കാവുന്ന കാര്യങ്ങളെല്ലാം വിനിയോഗിക്കാം. പക്ഷെ ഈ തർക്കങ്ങൾ, ഇതല്ലേ പ്രശ്നത്തിന് കാരണം? ഇതിപ്പോ തുടങ്ങിയതല്ല. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ നോക്കിയപ്പോ 1961 മാർച്ച് 3 നിയമസഭ രേഖയാണ്. ആ രേഖയിൽ ഇവിടുത്തെ കയ്യേറ്റം പ്രശ്നങ്ങൾ PT ചാക്കോ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി, ചന്ദ്രശേഖർ റവന്യൂ മന്ത്രി, ഇവരുടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉൾപ്പെടെ ഉണ്ട്. ഇന്നല്ല അന്നേ തർക്കമുണ്ട് ഇവർ തമ്മിൽ. പുതിയ കേസല്ലത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് സങ്കീർണമായ പ്രശ്നമാണ്. ഞങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങൾ ചെയ്ത കുഴപ്പം എന്താ? ഇത് വഖഫാണെന്ന് പറഞ്ഞ ഞങ്ങളല്ല. വഖഫാണെങ്കിൽ വിറ്റത് KPCC സെക്രട്ടറി, വിൽപ്പന നടത്തിയത്, വിറ്റത് ലീഗിന് നിയന്ത്രണമുള്ള സംവിധാനം, അവരല്ലേ വിറ്റത്, ഫറൂഖ് കോളേജ്.
അവരല്ലേ ആദ്യം കേസ് പോയത്, ഇത് കുടിയൊഴിപ്പിക്കണം ആ പ്രശ്നം എല്ലാം വെച്ചുകൊണ്ട്. അവരല്ലേ വഖഫാണെന്ന് പറഞ്ഞത്. വഖഫാണ് എന്ന് അവരുടെ കയ്യിൽ തന്നെ രേഖയിരിക്കുമ്പോ KPCC സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി വിൽപ്പന നടത്തി പാവപ്പെട്ടവരെ വഞ്ചിച്ച ആളുകൾ ഇപ്പോ വളരെ സത്യസന്ധരായിട്ട് ഈ ഗവൺമെന്റ് ആകെ പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഞങ്ങൾ എന്ത് പ്രശ്നം ചെയ്തു? ഞങ്ങൾ ചെയ്ത ആകെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണികൃഷ്ണൻ MLA നിയമസഭയിൽ സബ്മിഷൻ, ഇവരുടെ ഈ 2019 പാണക്കാട് റഷീദ് അലി തങ്ങൾ ഓർഡർ വന്നു, അതിനുശേഷം കരമടയ്ക്കുന്ന പ്രശ്നം വന്നു, സബ്മിഷൻ ഉന്നയിച്ചു നിയമസഭയിൽ. ഉണ്ണി ഇവിടുന്ന് ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി ഞാൻ വന്നു. ഒന്ന് ഫ്രണ്ടിലുണ്ട്, കരുണാമ്മയുണ്ട്, ഗിരീഷുണ്ട്, ഞങ്ങളെല്ലാവരും വീട് കയറി. അപ്പോ ഇവരെല്ലാം കണ്ടു ഈ പ്രശ്നമുണ്ട്, നികുതി അടയ്ക്കാൻ പറ്റുന്ന പ്രശ്നമുണ്ട്. ഞാൻ 2 മന്ത്രിമാരുടെ മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി. ഇവിടുന്ന് പാർട്ടി ജില്ലാ നേതൃത്വം മോഹനും എല്ലാവരും മുഖ്യമന്ത്രി ശ്രദ്ധപ്പെടുത്തി ഇതൊരു പരിഹാരം ഉണ്ടാവണം. അങ്ങനെ റവന്യൂ വകുപ്പ് മന്ത്രി വഖഫ് മന്ത്രിയും ചേർന്ന് ഒരു യോഗം നടത്തിയിട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയുടെ തുമ്പ് പിടിച്ചിട്ട് നമ്മൾ തീരുമാനിച്ചു ഇതൊക്കെയാണെങ്കിലും കരമടയ്ക്കാൻ തീരുമാനിച്ചു. ഇപ്പൊ ഇന്നലെ പറഞ്ഞ കേട്ടില്ലേ, കരമടയ്ക്കാനുള്ള ഉത്തരവിൽ ഒരു ചെറിയ മാറ്റം വരുത്തുന്നത്. അതിന് ആത്മാർത്ഥത കാണിക്കുന്നില്ല ഗവൺമെന്റ്. ഞങ്ങൾ കരമടച്ചപ്പോ, അടയ്ക്കാൻ തീരുമാനിച്ചപ്പോ വഖഫ് ബോർഡിൽ നേരെ ഒരു പ്രമേയം 1980 എടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിലെ ആധാരം എല്ലാം ഡീറ്റെയിൽസ് ഉണ്ടായിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ വഖഫ് ബോർഡിൽ പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ ചെയർമാനായ, കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്, ലീഗിന്റെ ആളാണ് എഴുതിയേക്കുന്നത്, അവതാരകൻ MC മൈൻ ഹാജി. നമ്മൾ നികുതി പിരിക്കാനുള്ള കുഴപ്പം ഞങ്ങൾ ചെയ്തുള്ളൂ. ആ ചെയ്തപ്പോ ഇപ്പോ പുണ്യവാളന്മാരായി വന്നിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ വഖഫ് ബോർഡിൽ പ്രമേയമാണ് ഞാൻ വായിക്കുന്നത്. ഇത് ഇവർക്കൊന്നും കിട്ടാത്തോണ്ടല്ല, ഇവർ കൊടുക്കാത്തോണ്ടാ മാധ്യമങ്ങൾ. പാണക്കാട് സെയ്ദ് റഷീദ് അലി തങ്ങൾ ചെയർമാനായ കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് 20/5/2019 തിരിച്ചു പിടിക്കാൻ നടപടികൾ ഉത്തരവുമായ വഖഫ് ഭൂമിക്ക് 27/2022 റവന്യൂ മന്ത്രി വിളിച്ചു ചേർത്ത വഖഫ് ബോർഡ് ഉദ്യോഗസ്ഥർ കൂടി പങ്കെടുത്ത യോഗത്തിൽ അന്യായമായി കൈവശം വയ്ക്കുന്നവർക്ക് പ്രതിവർഷം, ഏത് നമ്മൾ കരം അടയ്ക്കാൻ തീരുമാനിച്ചത് ഇവരെ കൊണ്ടുവന്ന പ്രമേയമാണ്. എന്നിട്ടാണ് 10 മിനിറ്റിന്റെ ആ പെട്ടി വണ്ടിയിൽ നിന്ന് എടുത്ത തീരാവുന്ന 10 മിനിറ്റ് ഇതാ പ്രതിവർഷം കൊണ്ടുപോകുന്നത്. അന്യായമായി കൈവശം വയ്ക്കുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ, മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഈ കരടയ്ക്കണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അത് സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിൽ നികുതി വയ്ക്കുന്നതിന് അനുമതി നൽകി ഉത്തരവായതായി അറിയുന്നു. പിന്നെ വിധികൾ ഈ 2009 കേരള ഗവൺമെന്റ് അംഗീകരിച്ച റിപ്പോർട്ട്, പറവൂർ സബ് കോടതിയുടെ 67 വിധി, ഹൈക്കോടതിയിലെ 600/71 വിധി പ്രകാരം വഖഫ് ഭൂമിയാണെന്ന് കണ്ടെത്തിയ വസ്തുവിലാണ്. ഈ സത്യസന്ധർ, ഇന്നലത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ സമരസമിതിയോടൊപ്പം ചേർന്നിരുന്നവർ, വരാപ്പുഴ അതിരൂപതയിൽ വന്നിട്ട് ഐക്യത്തിന് നിന്നവർ, ചക്കാലക്കൽ ബിഷപ്പിന്റെ അടുത്ത് കേക്കുമായി ചെന്ന ആളുകൾ, അവര് പറഞ്ഞിരിക്കുന്ന ഭാഷയാണ് ഞാൻ വായിക്കുന്നത്. വഖഫ് ഭൂമി എന്ന് കണ്ടെത്തിയ വസ്തുവിലാണ് അന്യായമായി കൈവശം വയ്ക്കുന്ന വ്യക്തികൾക്കും റിസോർട്ടുകൾക്കും നികുതി വയ്ക്കാൻ അനുമതി നൽകുക വഴി വമ്പിച്ച വഖഫ് അട്ടിമറിക്ക് കൂട്ടുനിന്നിട്ടുള്ളത്. ആര്? CPM കൊണ്ടുവന്ന പ്രമേയം ആണോ? മുഖ്യമന്ത്രി നൽകിയ ഉത്തരവിനെതിരെ അവതാരകൻ AC മായിൻ ഹാജി, അടുത്ത ആള് PV സൈനുദ്ദീൻ, 2 UDFന്റെ വഖഫ് ബോർഡിൽ അംഗങ്ങൾ, അവര് കൊണ്ടുവന്ന പ്രമേയം. ഏത് ഇപ്പോഴോ, പണ്ടല്ല. ഏത് ആ രേഖ നോക്കി ഈ രേഖ നോക്കി ഇത് വഖഫല്ല എന്ന് എനിക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ മറ്റേ വക്കീൽ പറയണ്ടല്ലോ ഇത് വഖഫല്ല എന്ന്. ഞങ്ങൾ ലീഗിനകത്ത് തർക്കമില്ലല്ലോ, ഞങ്ങൾക്ക് തർക്കമില്ലല്ലോ, പിന്നെ ആർക്കാ തർക്കം? ഈ ഗവൺമെന്റല്ലേ കുഴപ്പമുണ്ടാക്കണത്. ലീഗിനെമ്പ് തർക്കം ഇല്ലേ, പ്രതിപക്ഷത്തിനെമ്പ് തർക്കം, ഞങ്ങൾ ഇതിനൊപ്പല്ലേ? ഇതാണ് നിങ്ങൾ കൊണ്ടുവന്ന പ്രമേയം. അതിൽ പറയാണ് വഖഫ് അട്ടിമറിക്ക് കൂട്ട് മതപരമായ ആശയങ്ങൾക്ക് വിട്ടുവന്നതും ഫറൂഖ് കോളേജ് സെക്രട്ടറി KC ഹസൻകുട്ടി നികുതി വച്ചതുമായ ഭൂമി കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തിരിക്കെ പ്രസ്തുത ഭൂമിക്ക് അന്യർക്ക്, ആരന്യര്? പോയി കേക്കൊക്കെ മുറിച്ചില്ലേ? ആ പാവങ്ങളുടെ കൂടെ നിന്നില്ലേ?
ആ പാവങ്ങളെ UDF വിശേഷിപ്പിച്ചിരിക്കുന്ന വാക്കെന്താ? എന്താ? അന്യർ. എന്നിട്ട് അവരാണ് അവിടെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ആഘോഷിച്ചിട്ട് ഞങ്ങളൊക്കെ കുഴപ്പം. ഏത് കരമടയ്ക്കാൻ ഉത്തരവിട്ട ഈ ഗവൺമെന്റ്, അതിന് ഉത്തരവിട്ട മുഖ്യമന്ത്രി, ഇവരൊക്കെ കുഴപ്പം. ഈ അന്യർ, അട്ടിമറി നടത്തുന്നു എന്ന് പറയുന്നവർ, അവരാണ് ഇപ്പോ വിശുദ്ധർ, ക്രിസ്മസിന്റെ പ്രധാന ആളുകൾ. നോക്കൂ അടുത്തത്. അന്യർക്ക് നികുതി വയ്ക്കുവാൻ അനുമതി നൽകുന്നത് വഖഫ് നിയമങ്ങൾക്ക് വിരുദ്ധവും വഖഫ് ബോർഡിന് ചീത്തപ്പേരുണ്ടാക്കാൻ കാരണമാക്കുന്നതാണ്. പ്രസ്തുത നടപടി നികുതി അടയ്ക്കുക വഴി കേസുകളിൽ അന്യർ കൈവശം വയ്ക്കുന്നവരെ സഹായിക്കാൻ ബോർഡിലെ ചിലർ താല്പര്യപ്പെടുന്നതായി ഞങ്ങൾ സംശയിക്കുകയാണ്. പ്രസ്തുത തീരുമാനം അടിയന്തരമായി റദ്ദ് ചെയ്യാൻ സർക്കാരിനോട് ആവശ്യപ്പെടണം. എന്താ പ്രമേയം? UDF കൊണ്ടുവന്ന പ്രമേയം. ഞങ്ങൾ ശരിയായി അവിടെ വർഷങ്ങളായി താമസിക്കുന്ന സാധാരണക്കാർക്ക് വേണ്ടി, പാവപ്പെട്ടവർക്ക് വേണ്ടി അവരുടെ അവകാശം ഉറപ്പുവരുത്താൻ സാധ്യമാകുന്ന രീതിയിലെല്ലാം പ്രവർത്തിച്ച് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മന്ത്രിതല യോഗം ചേർന്ന് കരമടയ്ക്കാൻ തീരുമാനമെടുത്തപ്പോ ആ തീരുമാനമെടുത്തത് തെറ്റാണ്, അട്ടിമറിയാണ്, ഈ അന്യർക്ക് വേണ്ടി ചെയ്യലാണ്, കയ്യേറ്റക്കാരെ സംരക്ഷിക്കലാണ് എന്ന് പറഞ്ഞതാണ് പ്രതിപക്ഷം. ഞങ്ങൾ ഇതൊക്കെ ആദ്യം പറയാതിരുമ്പോൾ ചിലർ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയ വിഭജനം ഉണ്ടാകരുത്, മതപരമായി എന്നിട്ട് പറഞ്ഞു UDF ഇടപെട്ടത് കൊണ്ട് ഇതാ ഒരു വിഭജനം ഉണ്ടായില്ല. ഇതാ നിങ്ങൾ ചെയ്തത്. ഞങ്ങൾ ഈ വിഭജനങ്ങളൊന്നുമില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചപ്പോ നികുതി അടയ്ക്കുന്ന ആദ്യ സ്റ്റെപ്പ് എടുത്തു. നിങ്ങൾ തീരുമാനിച്ചു ഈ ഉത്തരവിലൂടെ പാണക്കാട് റഷീദ് അലി തങ്ങൾ ഇത് വഖഫിന്റേതാണ്. അതോടുകൂടി പാവപ്പെട്ടവരെ നികുതി അടയ്ക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിച്ചു UDF. നികുതി കളയാൻ സാധ്യമാകുന്ന രൂപത്തിൽ പരിമിതികൾക്കിടയിലുമെന്നും തീരുമാനമെടുത്തു LDF. അങ്ങനെ തീരുമാനമെടുത്തപ്പോ വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുവന്നു. ഞങ്ങൾ കയ്യേറ്റക്കാരെ സഹായിക്കുന്നവർ, ഞങ്ങൾ ഈ അന്യരെ സഹായിക്കുന്നവർ, ഞങ്ങൾ അട്ടിമറിക്ക് കൂട്ടുവെക്കുന്നവർ എന്ന് അധിക്ഷേപിച്ചത് നിങ്ങൾ UDF. ഇത് വഖഫ് ബോർഡ് മടങ്ങാന്ന് കരുതാം. നിയമസഭയിലോ ഡിസംബർ 12 UDFന്റെ സബ്മിഷൻ 1950 മതപരവും വിദ്യാഭ്യാസപരവുമായ ആവശ്യങ്ങൾക്കായി എറണാകുളം ജില്ലയിലെ കുഴുപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകൾ സ്ഥിതി ചെയ്യുന്ന 404.76 ഏക്കർ സ്ഥലം കോഴിക്കോട് ഫറൂഖ് കോളേജിന് വേണ്ടി മുഹമ്മദ് സാദിഖ് സെക്ട് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് ഇത് വഖഫ് അല്ലല്ലോ. ഞങ്ങൾ വഖഫ് ആണോ അല്ലയോ എന്ന് ഞങ്ങൾക്ക് തീരുമാനിക്കുന്നില്ല, ഞങ്ങൾക്ക് അധികാരമില്ല. വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും അവിടെ വർഷങ്ങളായി താമസിക്കുന്ന പാവപ്പെട്ടവരുടെ ഒപ്പം ഞങ്ങൾ നിൽക്കുന്നു. അതാണ് ഞങ്ങളുടെ നിലപാട്. വഖഫ് ആണെങ്കിലും അവരെ സംരക്ഷിക്കണം, വഖഫ് അല്ലെങ്കിലും അവരെ സംരക്ഷിക്കണം. അതാ സർക്കാരിന്റെ കാഴ്ചപ്പാട്. അപ്പൊ നിങ്ങൾ പറയുന്നത് വഖഫ് അല്ല, ഇത് 10 മിനിറ്റ് കൊണ്ട് തെളിയിക്കാൻ അതുപോലും വേണ്ട, വഖഫ് അല്ല തെളിയിക്കാൻ. മറ്റേ നിയമസഭയിൽ ഇത് വഖഫ് ചെയ്തിട്ടുള്ളതാണ്. 2115/1950 നമ്പർ വഖഫ് ആധാരപ്രകാരം ഇത് വഖഫ് ഭൂമിയാണെന്ന് എടപ്പള്ളി രജിസ്ട്രാർ ഓഫീസിൽ രേഖകളുണ്ട്. ആര്? നമ്മൾ ഈ പാവങ്ങൾ കരടച്ച് അവരുടെ അവകാശത്തിൽ ഒരു പടി സഹായിക്കാൻ ശ്രമിച്ചപ്പോ ഇത് വഖഫാണെന്ന് ഉത്തരവിറക്കിയത് UDF ബോർഡ്, പാണക്കാട് റഷീദ് അലി തങ്ങള്. അത് ഞങ്ങൾ തീരുമാനിച്ചപ്പോ നിയമസഭയിൽ ഇത് കൊണ്ടുവന്നത് അവര്. പിന്നീട് പറയുന്നു 2009 റിപ്പോർട്ട് പ്രകാരം അന്യാധീനപ്പെട്ട ഭൂമി തിരിച്ചുപിടിക്കുന്നതിന് വഖഫ് റൂൾ അനുസരിച്ച് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. ഇവന് വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ അപ്പൊ ആരാ ക്രയവിക്രയം ചെയ്ത? നിങ്ങൾ വിൽക്കാൻ ഏൽപ്പിച്ച ആളാരാ? പോളാരാ? KP സെക്രട്ടറി. ഇതാ UDF എന്തു പറയുന്നു? വഖഫ് ഭൂമി ക്രയവിക്രയം ചെയ്യാൻ പാടില്ലെന്നിരിക്കെ ഈ ഭൂമി അനധികൃത കുടിയേറ്റക്കാർക്ക് പതിച്ചു നൽകുന്ന നടപടികളാണ് ഗവൺമെന്റ് ചെയ്തത്. ഇത് ഞങ്ങളുടെ കുഴപ്പം. ഞങ്ങൾ അവർക്ക് പതിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ടോ ഈ ഗവൺമെന്റ് ഇവരാ കുഴപ്പം, ഞങ്ങൾ ഇതാ നിങ്ങൾക്കൊപ്പം
ഒരു കേക്ക് മുറിക്കുമ്പോൾ ഞങ്ങൾ ഉപവാസിക്കണോ? ഞങ്ങൾ തയ്യാർ. ഞങ്ങൾ ഇതാ എല്ലാ MLA-മാരും വന്നിരിക്കുന്നു. ക്രിസ്മസ് നിങ്ങളൊപ്പം തന്നെ. എന്തിനാ? കുഴിയിലേക്ക് കൊണ്ടുപോകാൻ. ഇതല്ലേ നിങ്ങൾ നിയമസഭയിൽ നടത്തിയത്? UDF-ന്റെ സബ്മിഷൻ. എല്ലാ കാര്യം ഞാൻ വിളിക്കുന്നില്ല. ഇത് വഖഫ് ഭൂമിയാണെങ്കിലും ആയതിനാൽ മുത്തവല്ലിക്കാണ് നികുതി നൽകാൻ ഉത്തരവാദിത്വമുള്ളത്. ഈ ഭൂമിയിൽ മുത്തവല്ലിയിൽ നിന്ന് മുത്തവല്ലി എന്ന് പറഞ്ഞ ട്രസ്റ്റി, വഖഫ് നിയമം മുത്തവല്ലിയാണ്. ആധാരപ്രകാരം നികുതി സ്വീകരിച്ച രേഖയുണ്ട്. എന്നാൽ 27/7/2022 ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രി അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മിനിറ്റ്സ് പ്രകാരം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശപ്രകാരം കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അനുവാദം നൽകിയിരിക്കുന്നു UDF. ഇത്ര മാത്രം കാപഢ്യം പാടുണ്ടോ? ഇപ്പൊ ഞങ്ങളിത് ഇന്ന് യോഗം ചേരാൻ തീരുമാനിച്ച ഈ കാപഢ്യം ഇവരാരും തുറന്നു കാണിക്കുന്നില്ല. രേഖയൊക്കെ മാധ്യമങ്ങളുടെ നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവക്കത്ത് താമസിക്കുന്ന ആളുടെ ഡ്രൈവറാണ് ഈ ഭൂമി വിൽക്കാനുള്ള കാര്യമായിരുന്നു. എത്ര ന്യൂസ് അവറിൽ എത്ര ദിവസം ചർച്ച നടന്നതന്നെ ആലോചിച്ച് നോക്കി. ബ്രാഞ്ച് സെക്രട്ടറി അയൽവക്കത്ത് ആളുടെ ഡ്രൈവറെ ഇത് വിൽക്കാൻ ഏൽപ്പിച്ചിരുന്നെങ്കിൽ CPM ഇരട്ടത്താപ്പ്. ഈ ഇരട്ടത്താപ്പല്ലേ ഇതിന് മലയാളത്തിൽ ഇരട്ടത്താപ്പല്ലേ? ഒരു വശത്ത് നിങ്ങൾ അല്ല UDF ആണല്ലോ, X ആണെങ്കിലും Y ആണെങ്കിലും UDF ആണല്ലോ. ഇവിടെ ഒരു വശത്ത് നിങ്ങൾ ഇത് കയ്യേറ്റക്കാരാണ്, അന്യരാണ്, അട്ടിമറി നടത്തുന്നവരാണ് എന്ന് പറഞ്ഞ് നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവരാം. നിങ്ങൾ UDF വഖഫ് ബോർഡിനകത്ത് പ്രമേയം കൊണ്ടുവരാം. എന്നിട്ട് ഇവിടെ വന്നിട്ട് നേരെ അതിനൊപ്പം ഇത് ഇരട്ടത്താപ്പല്ലേ? നമ്മളായിരുന്നെങ്കിലോ ഞാൻ പറഞ്ഞില്ലേ, ബ്രാഞ്ച് സെക്രട്ടറി, ഇത് KP സെക്രട്ടറി, ബ്രാഞ്ച് സെക്രട്ടറി അയൽവക്കത്തുള്ള ആളുടെ ഡ്രൈവർ ആയാൽ മതി. ഇത് ബ്രാഞ്ച് സെക്രട്ടറി അറിഞ്ഞപ്പോ MLA അറിയാൻ വഴിയില്ലേ? MLA അറിയണമെങ്കിൽ ജില്ലാ സെക്രട്ടറി അറിഞ്ഞെങ്കിൽ ജില്ലയുടെ ചാർജുള്ള മന്ത്രിക്കാനുള്ള ബന്ധമെന്തായിരിക്കും? മുഖ്യമന്ത്രി അറിയാതെ പ്രവർത്തനം നടക്കുമോ? എന്തെല്ലാം ചോദ്യങ്ങളായിരിക്കും? എത്ര ദിവസമായിരിക്കും ചർച്ച? ഇതെന്തുകൊണ്ട് പുറത്തു വരുന്നില്ല? ഇതാണ് ഇരട്ടത്താപ്പ്. ഇതുപോലെ നിലപാട് സ്വീകരിക്കാമോ? അപ്പൊ ഗവൺമെന്റ് നിലപാട് പറഞ്ഞു, ഞങ്ങൾ ഇത് കയ്യേറ്റുണ്ടെങ്കിൽ ഇതെല്ലാം പരിശോധിക്കും, നികുതി അടയ്ക്കാനുള്ള ഒരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. ഇങ്ങനെ ഉണ്ടെങ്കിൽ ഗവൺമെന്റ് കയ്യേറ്റങ്ങൾക്കൊക്കെ ഗവൺമെന്റ് എതിരാണ്. പക്ഷെ ഇവിടെ താമസിക്കുന്നവർക്ക് ഈ അവകാശം നൽകാൻ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നു. മറുപടി പറഞ്ഞു. ഇനി വഖഫാണ്, ഒഴിവാക്കണോ? ഇനി വഖഫാണെങ്കിൽ വിറ്റു. വഖഫാണ് എന്ന് പറഞ്ഞത് UDF, വഖഫാണ് എന്ന് പറഞ്ഞത് വിറ്റത് UDF. വിൽപ്പന നടത്താൻ ആയിട്ടുള്ള പവർ ഓഫ് അറ്റോർണി UDF. ഞങ്ങൾ ചെയ്തത് ആ പാവങ്ങൾക്ക് കരമടയ്ക്കാൻ അനുമതി നൽകി. ഇതല്ലാതെ LDF ഏത് ഗവൺമെന്റ് ആകട്ടെ എന്തെങ്കിലും നിലപാട് സ്വീകരിച്ചോ? ഇപ്പോ കർണാടകയിൽ ഒരു മുഖ്യമന്ത്രി ഇല്ലേ? എല്ലാം റദ്ദാക്കിയില്ലേ? കൊടുത്ത നോട്ടീസ് എന്താ കർണാടകയിലെ കഥ? കർണാടകയിൽ നോട്ടീസ് കൊടുത്ത് റവന്യൂ വകുപ്പാണ്. വയർ എന്ന് പറയുന്ന ഒരു റെപ്യൂട്ടഡ് പ്രസിദ്ധീകരണമുണ്ട്, ഓൺലൈനിൽ കിട്ടും. അതിന് മുഴുവൻ ഹിസ്റ്ററിയും കൊടുത്തിട്ടുണ്ട്. അവിടെ റിജു പറഞ്ഞു, കിരൺ റിജു മന്ത്രി പാർലമെന്റിൽ പറഞ്ഞു, അവിടെ 800 വഖഫ് പ്രോപ്പർട്ടി കയ്യേറിയിരിക്കുകയാണ്. അപ്പൊ BJP-യുടെ MP ഉടൻ തന്നെ ട്വീറ്റ് ചെയ്തു, 1500 ഏക്കർ കർഷകർക്ക് ഇതാ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ പോകണം. നോട്ടീസ് കൊടുത്തിരുന്നു. അത് റവന്യൂ വകുപ്പാ. BJP-യുടെ ഗവൺമെന്റിന്റെ കാലത്ത് കൊടുത്തു തുടങ്ങിയത്. യഥാർത്ഥത്തിൽ കോൺഗ്രസും കൊടുത്തു. റവന്യൂ വകുപ്പ് കൊടുത്ത നോട്ടീസ് സിദ്ധരാമയ്യ പറഞ്ഞു നിർത്തിവെക്കാൻ പറഞ്ഞു. ഇവിടെ ആർക്കാ നോട്ടീസ് കൊടുത്ത് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ട് ഈ ഗവൺമെന്റ് വന്നിട്ട്? വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്തു 12 പേർക്ക്, ഇവിടെ ഉള്ള ആർക്കും കൊടുത്തിട്ടില്ല. അത് ഒഴിപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, രേഖകൾ സമർപ്പിക്കാനാണ്. ഒറ്റാക്ക് ഒഴിപ്പിക്കാൻ കൊടുത്തിട്ടില്ല. പിന്നെ സിദ്ധരാമയ്യ പോലെ ഇവിടത്തെ മുഖ്യമന്ത്രി ചെയ്ത കാര്യത്തെ നിങ്ങൾ അധിക്ഷേപിച്ച് കയ്യേറ്റക്കാർക്കൊപ്പം, അന്യർക്കൊപ്പം, അട്ടിമറിക്കൊപ്പം എന്ന് പറയുകയല്ലേ ചെയ്തത്? അതല്ലേ ചെയ്തത്? ഈ കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ. ഒരു വിഭാഗം മതപരമായി ഭിന്നിപ്പിന് ശ്രമിച്ചു. ഇപ്പൊ എന്താ വരാനൊരു പശ്ചാത്തലം? വഖഫ് ഭേദഗതി വരുന്നു. വഖഫ് ഭേദഗതി ഞങ്ങൾ എതിർക്കുന്നുണ്ട് എന്ന് വെച്ചാൽ വഖഫ് ഒരിക്കലും ഭേദഗതി ചെയ്തിട്ടില്ല. 2013 കോൺഗ്രസ് ഭേദഗതി ചെയ്തിട്ടുണ്ട്. അതോടുകൂടി മുസ്ലിം അല്ലാത്ത ആൾക്കും വഖഫ് ചെയ്യാം. ഇത് വഖഫ് ചെയ്യുമ്പോൾ 54 നിയമം വന്നിട്ടില്ല. അതിനുശേഷം പല ഭേദഗതിയിലും വന്നിട്ടുണ്ട്. ഇത്തവണത്തെ ഭേദഗതി ഗൗരവമായ പ്രശ്നം എന്താ? പ്രശ്നം എന്ന് വെച്ചാൽ വഖഫ് ബോർഡിൽ മുസ്ലിം അല്ലാത്ത ആളുകളായിരിക്കും കൂടുതൽ. ഇപ്പൊ ദേവസ്വം ബോർഡിൽ ഹിന്ദുക്കളല്ലാത്ത ആളുകളെ എങ്ങനെ ഉണ്ടാവും? പള്ളിയുടെ സ്വത്ത് ഉണ്ടാക്കുന്നിടത്ത് ക്രിസ്ത്യാനികളല്ല ബാക്കിയാണ് കൂടുതൽ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും?
നേരെ ഇപ്പോ മുസ്ലിം MP, മുസ്ലിം MLA, ബാർ കൗൺസിൽ ഇതൊക്കെ എലക്റ്റഡ് ആണ്. ഇനി ഗവൺമെന്റ് നോമിനേറ്റ് ചെയ്യാം, മുസ്ലിം ആകണമെന്നില്ല. 11 പേര് 4 പേര് മുസ്ലിം ആണെന്ന് ഉറപ്പുള്ളൂ. അപ്പൊ 7 പേരും മുസ്ലിം അല്ലാത്തവരാകാം. എങ്ങനെയുണ്ടാവും ബോർഡ്? ബോർഡിന്റെ CEO മുസ്ലിം ആകണമെന്നില്ല. നമ്മുടെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, അനാലിസിസ് വരുന്ന പലതിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും പല മതങ്ങളുടെ CEO, ഓഫീസർ, കമ്മിറ്റി അംഗങ്ങൾ അതാത് മതവിഭാഗത്തിൽപ്പെട്ടവരാണ്. അതാണ് പ്രധാന എതിർപ്പ്. ഇനി ഇത് മാറി വഖഫ് ട്രിബ്യൂണൽ പോയി, വഖഫ് ബോർഡ് പോയി, വഖഫ് സ്വത്ത് ഏതാണ് എന്ന് തീരുമാനിക്കാൻ ഇനി ഗവൺമെന്റിന് അധികാരമുണ്ട്. ഇപ്പൊ ചെറുത് പറഞ്ഞില്ലേ, ഇത് 10 മിനിറ്റ് കൊണ്ട് തീരുമാനിച്ച് പ്രഖ്യാപിക്കാം. ഇത് വഖഫ് അല്ല, ഇത് വഖഫ് ആണോ അല്ലയോ, ഗവൺമെന്റ് നിലപാട് സ്വീകരിച്ചിട്ടില്ല. കാരണം എന്താ? ഗവൺമെന്റ് അധികാരമില്ല, വഖഫ് ബോർഡിനാണ് അധികാരം. വഖഫ് നിയമം 42 വഖഫ് ബോർഡ് എടുക്കുന്ന തീരുമാനം വഖഫ് ട്രിബ്യൂണൽ ഭേദഗതി ചെയ്യുകയോ റദ്ദാക്കുകയോ മാറ്റം വരുത്തുകയോ ചെയ്യുമില്ലെങ്കിൽ അത് ഫൈനൽ, അവസാനമാണ്. അപ്പോ ഒരു തർക്ക പ്രശ്നത്തിൽ അപ്പീൽ പോകാൻ പറ്റും. അടുത്തതുണ്ട്, അടുത്തതിനകത്ത് അവസാനം ജുഡീഷ്യൽ പവറുകൾക്കകത്ത് പറയുന്നുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഭാഗങ്ങളിൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ എന്റെ ചട്ടങ്ങളെല്ലാം എല്ലാം വായിക്കുന്നില്ല. അതിനകത്ത് പറയുന്നുണ്ട്, ഹൈക്കോടതിയിൽ അഗ്രീവ്ഡ് പാർട്ടികൾക്ക് ഹൈക്കോടതിയെ സമീപിക്കാം. ഇതിനകത്ത് വല്ല കുഴപ്പമുണ്ടോ പ്രശ്നമുണ്ടോ എന്നുള്ളത് അഗ്രീവ്ഡ് പാർട്ടികൾക്കും സമീപിക്കാം. പക്ഷെ ഇപ്പോഴത്തെ അപ്പീൽ പ്രൊവിഷൻ ആയിട്ട് അത് പരിഗണിക്കും. ഇപ്പോഴും ട്രിബ്യൂണൽ തന്നെയാണ്. വ്യത്യാസം, ഇപ്പോഴത്തെ ട്രിബ്യൂണൽ ഇസ്ലാമിക നിയമങ്ങളിൽ പാണ്ഡിത്യമുള്ള ഒരാളുണ്ടായിരിക്കണം. വരാൻ പോകുന്ന പുതിയ ബില്ലിലെ ട്രിബ്യൂണൽ ആ പാണ്ഡിത്യമുള്ള ആൾ വേണ്ട. ഇതേ വ്യത്യാസമുള്ളൂ. അപ്പീൽ ഇല്ല, ഫൈനൽ ആണ് എന്നുള്ള ഭാഗം എടുത്തു കളയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള അഗ്രീവ്ഡ് പാർട്ടിക്ക് അവകാശമുണ്ട്. എന്നാൽ വഖഫ് ബോർഡ് പാണക്കാട് റഷീദ് അലി തങ്ങൾ എടുത്ത തീരുമാനം റദ്ദാക്കാൻ ഇപ്പോ നിൽക്കുന്ന നിയമം അനുസരിച്ച് ഞങ്ങൾക്കാർക്കും അധികാരമില്ല. ആർക്കധികാരം? ട്രിബ്യൂണലിനാണ്. മന്ത്രിമാർ, ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചാണ്. നമ്മുടെ ഇഷ്ടപ്രകാരം നമുക്ക് ചിലപ്പോൾ ചിലത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതിന് പ്രവർത്തിക്കാൻ നിയമം വേണം, ചട്ടം വേണം. ചട്ടമാണെങ്കിൽ ചിലത് നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ അധികാര പരിധിയിലാണ്. നിയമമാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, നമ്മുടെ അധികാര പരിധിയിൽ. കേന്ദ്ര നിയമമാണ്. അതിനകത്ത് വളരെ കൃത്യമാണ്. ഇത് വഖഫ് ട്രിബ്യൂണൽ, ഇപ്പൊ വഖഫ് ട്രിബ്യൂണൽ ഇന്നിപ്പോ കേസ് വന്നില്ലേ? കേസ് വന്നപ്പോ ഇത് ദാനം ചെയ്തയാൾ വീണ്ടും കോടതി പോയിട്ടുണ്ട്. ട്രിബ്യൂണൽ പിന്തുടർച്ച അവകാശികൾ. അപ്പൊ കോടതി പറഞ്ഞു രേഖകളെല്ലാം കൊണ്ടുപോവാ. രേഖ കൊണ്ടുവന്നാലോ? ഇപ്പൊ മാധ്യമങ്ങൾ, ഞാൻ എന്റെ ഉത്തരവ് വായിച്ചിട്ടില്ല, മാധ്യമങ്ങൾ വന്നതേ ഉള്ളൂ. രേഖകൾ മുഴുവൻ കൊണ്ട് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ അവകാശവുമായി വന്ന രേഖകൾ കൊണ്ടുവരണം. ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടി? അത് കൊണ്ടുവരണം. അത് പട്ടയമാണെങ്കിലോ പിന്നെ വിൽക്കാനേ പറ്റില്ല. വഖഫാണെങ്കിൽ വിൽക്കാം, പട്ടയാണെങ്കിലോ എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത്. ഇപ്പൊ നമ്മുടെ സാധാരണ പട്ടയം കണ്ടിട്ടില്ല. എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇടുക്കിയിൽ ഞങ്ങൾ ഇങ്ങനെ നേരിട്ടുണ്ട് ട്രിബ്യൂണൽ പിന്തുടർച്ച അവകാശികൾ. അപ്പൊ കോടതി പറഞ്ഞു രേഖകളെല്ലാം കൊണ്ടുപോവാ. രേഖ കൊണ്ടുവന്നാലോ? ഇപ്പൊ മാധ്യമങ്ങൾ, ഞാൻ എന്റെ ഉത്തരവ് വായിച്ചിട്ടില്ല, മാധ്യമങ്ങൾ വന്നതേ ഉള്ളൂ. രേഖകൾ മുഴുവൻ കൊണ്ട് സാധാരണഗതിയിൽ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ അവകാശവുമായി വന്ന രേഖകൾ കൊണ്ടുവരണം. ആദ്യത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾക്ക് എങ്ങനെ ഭൂമി കിട്ടി? അത് കൊണ്ടുവരണം. അത് പട്ടയമാണെങ്കിലോ പിന്നെ വിൽക്കാനേ പറ്റില്ല. വഖഫാണെങ്കിൽ വിൽക്കാം, പട്ടയാണെങ്കിലോ എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത്. ഇപ്പൊ നമ്മുടെ സാധാരണ പട്ടയം കണ്ടിട്ടില്ല. എന്താവശ്യത്തിനാണോ പതിച്ചു മലകിയത് ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ ഇടുക്കിയിൽ ഞങ്ങൾ ഇങ്ങനെ നിയമ ഭേദഗതി കൊണ്ടുവന്നത് പട്ടയം കൃഷിക്കും താമസത്തിനുമാണ്. അവിടെ മറ്റാവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നത് സുപ്രീം കോടതി പറഞ്ഞു പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നിയമസഭ നിയമ ഭേദഗതി ഇപ്പൊ കൊണ്ടുവരുന്നത്. പട്ടയമാണ് എങ്കിൽ എന്തിനാണോ പട്ടയം നൽകിയത് അപ്പൊ വിൽക്കാൻ പറ്റില്ല. അപ്പൊ വിറ്റത് അതോടുകൂടി അസാധുവായി. അപ്പല്ല പട്ടയമല്ലെങ്കിലോ വഖഫാണോ അല്ലയോ അത് ട്രിബ്യൂണൽ തീരുമാനിക്കണം. ഇതാണ് സങ്കീർണത, അല്ലാതെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പറയാവുന്ന കാര്യമില്ല. ഞങ്ങൾ പക്ഷെ ഒരു കാര്യം ചെയ്തു. ഞങ്ങളെടുത്ത നിലപാട് ഇവിടെ താമസിക്കുന്നവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. അതിനെന്താ വഴി? ഇപ്പൊ ഞങ്ങൾ ചിലർ പറയുന്നത്, ഈ പ്രതിപക്ഷത്തിന്റെ ആള് പറയുന്നുണ്ട്, ആ വഖഫിന്റെ രേഖ ഒന്ന് മാറ്റിയാൽ മതിയില്ലേ? അങ്ങനെ മാറ്റാൻ നിയമം അനുവദിക്കില്ല അവർക്ക്. ഇനി വഖഫ് ഇത് ഉപേക്ഷിച്ചു വെച്ചാ വഖഫ് നിയമം 99 വഖഫ് ഭൂമി അന്യാധീനപ്പെടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിച്ചാൽ
മെമ്മോ നൽകി ഗവൺമെന്റ് അവർ പിരിച്ചുവിടണം. നമ്മൾ പിരിച്ചുവിടുന്നില്ല തീരുമാനിച്ചാലോ അപ്പൊ കോടതി പോകും. കോടതി പോണ കുറെ ആളുകൾ ഇതിന്റെ ഉണ്ടല്ലോ. ഈ വഖഫ് ബോർഡിനെ തന്നെ പിരിച്ചുവിടണം എന്ന് പറയും. എളുപ്പമല്ല, പ്രശ്നമല്ല. നേരെ രേഖയെന്ന് മാറ്റി. രേഖയെന്ന് മാറ്റാൻ അധികാരം ആർക്ക് നൽകുന്നു? നിയമം. രേഖയെന്ന് മാറ്റാൻ ഏതെങ്കിലും ചട്ടം നൽകുന്നുണ്ടോ? എങ്കിൽ ആ അതോറിറ്റിക്ക് മാറ്റാൻ കഴിയുള്ളൂ. വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ ഇതിനനുസരിച്ചല്ല എങ്കിൽ ഗവൺമെന്റിന് ആകെ ചെയ്യാൻ 97 ഡയറക്ഷൻ നൽകാം, 99 പിരിച്ചുവിടണം. പ്രോപ്പർട്ടി സംരക്ഷണം വീഴ്ച വരുത്തി ഉടൻ വഖഫ് സംരക്ഷണ സമിതി ഗവൺമെന്റ് കോടതിയിൽ പോയാൽ കോടതി ഉടൻ തന്നെ ഗവൺമെന്റിന്റെ ഡയറക്ഷൻ ഈ 97 അനുസരിച്ച് പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാതിരിക്കാൻ കാരണമുണ്ടോ? പറയണം. ഈ സങ്കീർണതയുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ഉന്നതതല യോഗം വിളിച്ചു. ആ യോഗത്തിൽ റവന്യൂ മന്ത്രിയുണ്ട്, വഖഫ് മന്ത്രിയുണ്ട്, ഞാനുണ്ട്, മുഖ്യമന്ത്രിയുണ്ട്, അഡ്വക്കേറ്റ് ജനറൽ ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, സെക്രട്ടറിമാരുണ്ട്. ഞങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ മുഖ്യമന്ത്രി, വഖഫ് ആകാം അല്ലാതാകാം, എന്താണെങ്കിലും അവിടെയുള്ളവരുടെ അവകാശം സംരക്ഷിക്കപ്പെടണം. ആ നിശ്ചയദാർഢ്യത്തോടെ പറയാൻ കേരളത്തിൽ കരുത്തുള്ളൊരു മുഖ്യമന്ത്രിയുണ്ട്, കരുത്തുള്ളൊരു ഗവൺമെന്റ് ഉണ്ട്. ആ നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. അല്ലാണ്ട് റവന്യൂ വകുപ്പ് കൊടുത്ത് നോട്ടീസ് പിൻവലിച്ചു എന്നുള്ളതല്ല കരുത്ത്. ഇത് പാണക്കാട് റഷീദ് അലി തങ്ങള് വഖഫാണെന്ന് പ്രഖ്യാപിച്ചത് ഞങ്ങൾ കരമടയ്ക്കാൻ തീരുമാനിച്ചപ്പോൾ UDF വഖഫ് ബോർഡിൽ പ്രമേയം കൊണ്ടുവന്നത്, നിയമസഭയിൽ സബ്മിഷൻ കൊണ്ടുവന്ന് എതിർത്തത്, ആ എതിർത്ത കാര്യം ഉണ്ടെങ്കിലും ശാശ്വതമായ പരിഹാരം, ഇതാണ് ഉപയോഗിച്ച വാക്ക്. മുഖ്യമന്ത്രി ആദ്യം ഉപയോഗിച്ചത് ശാശ്വതമായ പരിഹാരം. ചിലർ ഞങ്ങളോട് പറഞ്ഞു കുടിയിറക്കരുത്, ചിലർ ഞങ്ങളോട് പറഞ്ഞു നികുതി അടയ്ക്കാൻ അവകാശം കിട്ടണം. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു ശാശ്വതമായ പരിഹാരം വേണം. അതെങ്ങനെ പറ്റും? ഞങ്ങളുടെ പോക്കറ്റിൽ സൂത്രപ്പണിയില്ല. ചീഫ് ജസ്റ്റിസ് പദവി ചുമതല വഹിച്ചിരുന്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായരെ കമ്മീഷനായിട്ട് വെച്ചു. കമ്മീഷൻ വെച്ചപ്പോ എവിടെ ഉടൻ ഇവിടെ ബന്ധം കൊളുത്തി. ഒരു കമ്മീഷനാണ് കുഴപ്പമുണ്ടാക്കിയത്, അടുത്ത കമ്മീഷൻ ഇതിനൊക്കെ കുഴപ്പമുണ്ടാക്കും. ആദ്യത്തെ കമ്മീഷൻ ഉണ്ടാക്കിയത് വഖഫ് ഇതിനെ കുറിച്ച് മാത്രമല്ല, കേരളത്തിലാകെയാണ്. പക്ഷെ അവര് പറഞ്ഞത് വഖഫ് ബോർഡാണ് തീരുമാനിക്കേണ്ടത്, അവരല്ല തീരുമാനിച്ചത്. പക്ഷെ ടേംസ് ഓഫ് റെഫറൻസ് പന്തം കൊളുത്തി കഴിഞ്ഞാൽ അടുത്തത് ഉത്തരവിറങ്ങിയില്ലല്ലോ. ഞങ്ങൾ കുറച്ചുകൂടി ആധികാരികമാക്കാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഉന്നതതല സമിതി യോഗം ചേർന്നെങ്കിലും ഉത്തരവിറങ്ങുന്നത് മന്ത്രിസഭയുടെ കൂടി തീരുമാനമായി വരണം. അങ്ങനെ ക്യാബിനറ്റ് ചർച്ച ചെയ്തു. വളരെ 2 ഉത്തരവ്. ഈ സ്ഥലത്തിന്റെ ആകെ സ്വഭാവം നോക്കുക. ബോണോഫൈഡ് ഓക്യുപ്പൻസ്, ഇവിടെ താമസിച്ചുകൊണ്ടിരിക്കുന്ന, ഈ നിയമപരമായി താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടതെന്ന് ഗവൺമെന്റിനോട് ശുപാർശ ചെയ്യണം. ഒറ്റ കാര്യമുള്ളൂ നമ്മുടെ ജീവനകത്ത്. ഇതാണ് സർക്കാർ. അല്ലാതെ വഖഫാണ് അല്ലയോ എന്നല്ല. വഖഫാകാം, വഖഫ് അല്ലാതാകാം. നാളെ ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു, നേരെ വഖഫ് ട്രിബ്യൂണൽ പറയുന്നു ഇത് വഖഫാണ്, നേരെ ഹൈക്കോടതി പറയുന്നു ഇത് വഖഫാണ്. അപ്പൊ ആ തീരുമാനം പോയോ? ഇത് വഖഫ് അല്ല എന്ന് ട്രിബ്യൂണൽ പറയുന്നു. അപ്പൊ വേറൊരു അവസരം വന്നു. വഖഫാകാം, വഖഫ് അല്ലാതാകാം. വഖഫായാലും വഖഫ് അല്ലാതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒറ്റ സമീപനമേയുള്ളൂ. അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന 600-ലധികം വരുന്ന കുടുംബങ്ങളുടെ നിയമപരമായ അവകാശം സംരക്ഷിക്കാൻ എന്താണോ സാധ്യമാകുന്നതെന്ന് ഈ കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. അത് ഞങ്ങൾ ഉറപ്പുവരുത്തും. അതാണ് ഞങ്ങളുടെ ഉറപ്പ്. പക്ഷെ ഇത് ഇന്ന് കൂടിയിട്ട് നാളെ തീരണം എന്ന് പറഞ്ഞിട്ട് പറ്റില്ല. അപ്പോ ഇന്നലെ ബിഷപ്പും സമരസമിതിക്കാരും പോയല്ലോ. ഈ നികുതി അടയ്ക്കുന്നതിൽ അവരുടെ നിവേദനമുണ്ട്. കരമടയ്ക്കുന്നതിൽ ചെയർമാനില്ലേ സമരസമിതിയുടെ, ബെന്നിയും ചെയർമാനും, അവര് നിവേദനം നൽകി. സെബാസ്റ്റ്യൻ ആ നിവേദനം ചർച്ച ചെയ്തിട്ടുണ്ടെന്ന്. MLA യുടെ സബ്മിഷൻ ഉണ്ട്, ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെതുണ്ട്. എല്ലാം ചർച്ച ചെയ്തിട്ടാണ് നമ്മൾ തീരുമാനമെടുത്തത്. ഇപ്പൊ അവര് കഴിഞ്ഞ ദിവസം വന്ന് കണ്ടു, ഞാനുമായി സംസാരിച്ചിരുന്നു. ഈ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പറഞ്ഞു ഉടൻ തന്നെ നിങ്ങളൊരു പത്രക്കാരുടെ കാര്യം പറയണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞു CM-ന് വേറെ യോഗമുണ്ട്. ഫിനാൻസ് കമ്മീഷൻ വരുന്നതിന്റെ ഭാഗമായി മുന്നോടിയായി സർവകക്ഷി യോഗം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ കിട്ടേണ്ട കാശൊന്നും കിട്ടുന്നില്ല. അപ്പൊ അവർ വരുമ്പോ ഒന്നിച്ചുമെന്ന് കാര്യം പറയണല്ലോ. സർവകക്ഷി യോഗം ഉണ്ട്. അപ്പൊ CM പറഞ്ഞു
എന്നെ കാക്കണ്ട, നിങ്ങൾ 3 പേര് കൂടി നടത്തണം. ഇന്ന് തന്നെ നടത്താൻ നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പറയണേലും ഇതാ തീരുമാനിച്ചതുകൊണ്ട് അപ്പം തന്നെ പല കഷ്ടങ്ങളായിട്ട് വരാൻ തുടങ്ങും. അപ്പം തന്നെ ഞങ്ങൾ പത്രസമ്മേളനം, ഞാൻ ഇത് തന്നെ ആദ്യം പറഞ്ഞു. ചെല്ലു പറഞ്ഞു അവിടെ പ്രകടനം, ഞാൻ പറഞ്ഞു പ്രകടനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയാൻ പോകണല്ലേ ഉള്ളൂ. അതിനു മുമ്പ് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിലപ്പോൾ അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ടേംസ് ഓഫ് റെഫറൻസ് വരുന്നതിന് മുമ്പ് അവരുമായി ചർച്ച ചെയ്യും. അത് ഞാൻ ആ മീറ്റിംഗിൽ തന്നെ പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു അവരെല്ലാവരും ഇങ്ങോട്ട് വിളിച്ചു വരുന്ന ബുദ്ധിമുട്ടായിരിക്കും. മുഖ്യമന്ത്രിക്കാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വരും ബുദ്ധിമുട്ടായിരിക്കും. തൊട്ടടുത്ത ദിവസം നേരെ നമ്മൾ ചിലർ പറഞ്ഞു ചർച്ച വൈകിയല്ലോ. ഈ പ്രശ്നം സമരം പല ദുരുപയോഗപ്പെടുത്താൻ പെരുമാറ്റച്ചട്ടത്തിൽ കൃത്യമായി പറഞ്ഞു. മതത്തെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യം മണ്ഡലത്തിൽ മാത്രമല്ല സ്റ്റേറ്റിലാകെ ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇത് മതം വഖഫ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കുന്നതാണല്ലോ. അതിന് നടത്തിപ്പാണല്ലോ മുത്തവല്ലിക്കുള്ളത്. അത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ നിയമോപദേശം പേടി. അപ്പൊ ഇപ്പൊ വിളിക്കാൻ പറ്റില്ല, ഇലക്ഷൻ കഴിയിട്ടെന്ന്. ഇലക്ഷൻ കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഇവർ വന്നു. മുഖ്യമന്ത്രി പറഞ്ഞു അടുത്ത ദിവസം തന്നെ വിളിക്കാം. ആദ്യം തീരുമാനിച്ചപ്പോ ഇലക്ഷൻ മാറിപ്പോയി. തൊട്ടടുത്ത ദിവസം വിളിച്ചു. അതിനുശേഷം ഓൺലൈൻ യോഗം ചേർന്നു. ഇവരെല്ലാവരും പങ്കെടുത്തു. എം.എൽ.എ കെ.എൻ. ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശം വെച്ചു. ഇത്രയും നിങ്ങൾ എല്ലാവരും ഇതിന് പിന്തുണച്ചിരിക്കുകയാണല്ലോ, അപ്പൊ നിങ്ങൾ സമരം അവസാനിപ്പിക്കുമ്പോഴല്ലേ ഉചിതം. മുഖ്യമന്ത്രി ഒരു കാര്യം പറഞ്ഞു, അത് ഞാൻ പറയുന്നില്ല, എം.എൽ.എ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തീരുമാനിച്ചോ, നിങ്ങളാണല്ലോ സമരം തുടങ്ങിയത്. ഞങ്ങൾ ഏതാണെങ്കിലും ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഒരാളെയും ഇറക്കി വിടില്ല. നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള അവകാശം ഉറപ്പുവരുത്താൻ സാധ്യമാകുന്നതെല്ലാം സർക്കാർ ചെയ്യും. ഞങ്ങൾ ചെയ്യുന്നതിന് നിയമപരമായി പിൻബലം ഉണ്ടാവണം. ഞങ്ങൾ പ്രഖ്യാപനം നടത്തി, ഇതാ നിങ്ങളുടെ ഇത് വഖഫല്ല, നേരെ എന്റെ കയ്യിൽ എല്ലാ രേഖയുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ നേരെ പ്രഖ്യാപിച്ചു. പിറ്റേ ദിവസം ഈ പാവങ്ങളെല്ലാം ആഹ്ലാദ പ്രകടനം നടത്തി സന്തോഷത്തിൽ പോയി. പിറ്റേ ദിവസം നേരെ കോടതിയിൽ നിന്ന് കേസ് വന്ന് കുടിയിറക്കാൻ പറഞ്ഞാലോ സന്തോഷത്തോടെ നിൽക്കും. മുഖ്യമന്ത്രി പറഞ്ഞു നിയമപരമായി പരിരക്ഷ വേണം. പിന്നെ ഈ കമ്മീഷൻ റിപ്പോർട്ട്, സാധാരണ കമ്മീഷന്റെ റിപ്പോർട്ട് ഇറങ്ങി കമ്മീഷൻ ഓഫീസ് കണ്ടെത്തി പ്രവർത്തനം തുടങ്ങുമ്പോൾ തന്നെ 3-4 മാസം എടുക്കും. ജുഡീഷ്യൽ കമ്മീഷൻ നമ്മൾ കാണാറുള്ളതല്ലേ. ഇതാ ഉത്തരവിൽ തന്നെ ഞങ്ങൾ കളക്ടറെ ചുമതലപ്പെടുത്തി. അപ്പൊ തന്നെ പ്രവർത്തനം തുടങ്ങി. ഇന്നലെ സമരസമിതിക്കാർ പോയി അദ്ദേഹം പറഞ്ഞല്ലോ ഫെബ്രുവരിയിൽ തന്നെ റിപ്പോർട്ട് കൊടുക്കും. ഇനി അവര് ഫെബ്രുവരി വരെ നിരാകാരം എടുക്കണിരുന്നോണ്ട് നമുക്ക് കുഴപ്പമില്ല. കാരണം ഗവൺമെന്റിന് തീരുമാനം എടുക്കണമെങ്കിൽ ഈ റിപ്പോർട്ട് വരണം. ആ റിപ്പോർട്ട് വരും, അതുവരെ അവർ സമരം ചെയ്യുമ്പോൾ നമുക്ക് എന്താ കുഴപ്പമുള്ളത്? പലരും രാഷ്ട്രീയ താല്പര്യം വെച്ച് വരുമ്പോ ഈ കടലാസൊക്കെ എടുത്ത് ഇടയ്ക്കൊന്ന് ഓർമ്മിപ്പിച്ചോളന്നുള്ളൂ. ഇതൊക്കെ ഇപ്പൊ കുറച്ച് കാര്യം അവരുടെ ഉണ്ടാവും. ചിലർ മതപരമായി ഭിന്നിപ്പിന് ശ്രമിക്കും, ചിലർ രാഷ്ട്രീയ നേട്ടത്തിന് ശ്രമിക്കും. ഗവൺമെന്റിന് വോട്ട് വരുമോ പോകുന്നുള്ളതൊക്കെ രണ്ടാമത്തെ കാര്യം. ഭിന്നിപ്പുകൾ ഉണ്ടാകാൻ പാടില്ല, വൈരത്തിന്റെ രാഷ്ട്രീയം ഉണ്ടാകാൻ പാടില്ല. പാവപ്പെട്ടവരുടെ അവകാശം സംരക്ഷിക്കണം. ഫെബ്രുവരി റിപ്പോർട്ട് വരും. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ട് വരും. ആ റിപ്പോർട്ട് വരുമ്പോ എന്താണോ ഈ ഒറ്റ കാര്യമുള്ളൂ, ഇവിടെ താമസിക്കുന്നവർക്ക് നിയമപരമായ പരിരക്ഷ, അത് ഉറപ്പുവരുത്താൻ എന്താണോ ചെയ്യേണ്ടത് കമ്മീഷൻ വയ്ക്കുമ്പോ അത് ചർച്ച ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കും. അതിൽ വഖഫ് ബോർഡ് ചെയ്യേണ്ടതാണ്. വഖഫ് ബോർഡ് നമുക്ക് നിർദ്ദേശം നൽകാൻ പറ്റും. അതല്ലാതെ ചെയ്യാവുന്ന കാര്യമുണ്ട്. ഞാൻ പറഞ്ഞു വഖഫ് ആണെങ്കിലും വഖഫ് അല്ലെങ്കിലും ഇവരെ സംരക്ഷിക്കണം. വഖഫ് ആണോ വഖഫ് അല്ലയോ എന്ന് പറയാൻ എനിക്കോ പ്രതിപക്ഷ നേതാവിനോ ഉപനേതാവിനോ മുഖ്യമന്ത്രിക്കോ ഗവൺമെന്റിനോ അധികാരമില്ല. ആ അധികാരം ആ നിയമത്തിൽ അധികാരപ്പെടുത്തിയ സംവിധാനങ്ങൾക്കാണ്. അവര് ഏത് നിലപാട് സ്വീകരിച്ചാലും ഇവരുടെ സംരക്ഷിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട്. ഇനിയിപ്പോ നേരത്തെ പറഞ്ഞല്ലോ ഇത് പട്ടയാണെങ്കിലോ, അപ്പൊ പിന്നെ വിൽക്കാനും പറ്റില്ല, അത് ആദ്യം തന്നെ അസാധുവായി. അപ്പോൾ ഇവരെ സംരക്ഷിക്കണ്ടേ? ഇത് മുഹമ്മദീയ ദാനമാണോ, അത് വേറെ പ്രശ്നമായി. വഖഫാണോ, അടുത്ത പ്രശ്നമായി. ഏത് വ്യാഖ്യാനം വന്നാലും എങ്ങനെ കഴിയും? അതാണ് ഞങ്ങൾ ഇദ്ദേഹത്തോട് ചോദിച്ചിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും. ശരിക്കും ലീഗ് ഇപ്പോ ഇവിടെ പോയി ലോകത്തിലെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള സാമുദായിക ഐക്യത്തിന്റെ ചരിത്ര ഘട്ടം എന്ന് ചിലർ വിശേഷിപ്പിച്ചില്ലേ? ഇതൊക്കെ ചെയ്തിട്ടാ പോയത്. നമ്മൾ ചെയ്തപ്പോ അതിനെതിരെ പ്രമേയം, നമ്മൾ ചെയ്തപ്പോ അതിന് സബ്മിഷൻ. ഇനി പോയിട്ട് എന്ത് ചെയ്യണമായിരുന്നു? ഈ കുറ്റബോധമൊക്കെ ഉണ്ടെങ്കിൽ പിതാവേ, ഇനി വഖഫാണെന്ന് തെളിഞ്ഞാലും എന്ത് ചെയ്യേണ്ടി വന്നാലും ഞങ്ങൾ അത് ഏറ്റെടുക്കുന്നു. അപ്പോ ഒരു അന്തസ്സുണ്ട്. ഇതില് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ് ഇല്ലീഗൽ. പാണക്കാട് തങ്ങളാ പറഞ്ഞേക്കണേ, ഇദ്ദേഹമല്ല റഷീദ് അലി തങ്ങൾ. ഇദ്ദേഹമാണല്ലോ ഇപ്പൊ പാണക്കാടിന്റെ കേന്ദ്രം. അപ്പൊ അദ്ദേഹം എന്ത് പറയണം? പാണക്കാട് റഷീദ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത് വഖഫാണ്, ഇല്ലീഗലാണ് വിൽപ്പന എന്ന് പറഞ്ഞിരിക്കുന്നു. എന്ത് പരിഹാരമാണെങ്കിലും ഞങ്ങൾ ഇതാ ഏറ്റെടുത്തിരിക്കുന്നു, UDF ഏറ്റെടുക്കുന്നു, ലീഗ് ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ
അതിനൊരു വിലയുണ്ട്. ഇതൊക്കെ ഒരു ഷോയല്ലേ, അവിടെ പോകുന്നു ഇവിടെ പോകുന്നു, എന്നിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രശ്നത്തിൽ സർക്കാരിന് ഒറ്റ സമീപനമേ ഉള്ളൂ, അത് മുനമ്പത്തെ സാധാരണ ജനങ്ങൾക്കൊപ്പമാണ്. അത് അസന്നിഗ്ധമായി ബ്ലാക്ക് ആൻഡ് വൈറ്റ് വ്യക്തമാണ്. ഈ കമ്മീഷനും വഖഫാണോ അല്ലയോ, ചിലർ പറഞ്ഞു ഇത് വീണ്ടും വഖഫാണോ അല്ലയോ തീരുമാനിച്ച പ്രശ്നമാവോ? ഞങ്ങൾ അതിലേക്ക് പോയതേയില്ല. വഖഫാകാം, അല്ലാതാകാം. വഖഫാണെങ്കിലും വഖഫ് അല്ലെങ്കിലും ഇവരുടെ നിയമപരമായ അവകാശം, അവിടെ വർഷങ്ങളായി താമസിച്ചു കൊണ്ടിരിക്കുന്നവർ, അവർക്ക് ആവശ്യത്തിന് ഇപ്പോ വായ്പ എടുക്കണം, അല്ലെങ്കിൽ സ്ഥലം വിൽക്കണം, അതിനാവശ്യമായ നിയമപരമായ അവകാശം ഉണ്ടാകണം. അതിന് എന്താണോ ഇന്നത്തെ നിയമ സംവിധാനങ്ങൾക്കകത്ത് നിന്ന് ചെയ്യാൻ കഴിയുന്നതെന്ന് കമ്മീഷന്റെ ശുപാർശ വന്നാൽ ആ ശുപാർശക്കനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കും. അത് ഈ നാടിന്റെ പൊതു താല്പര്യത്തിനൊപ്പമായിരിക്കും. അതിനുള്ള സമീപനമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടുള്ളത്. ഇങ്ങനെ തല്ലുപിടിപ്പിച്ച് മതപരമായ വിഭജനത്തിന് സംഘപരിവാരം ശ്രമിക്കുന്നു, രാഷ്ട്രീയമായ നേട്ടത്തിന് ഇതെല്ലാം സൃഷ്ടിച്ച UDF ശ്രമിക്കുന്നു. ആ വഞ്ചനയെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇത് ഈ നാടിന്റെ പൊതുവികാരമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മതചിന്തകൾക്ക് അതീതമായി, ജാതി ചിന്തകൾക്ക് അതീതമായി എല്ലാവരും ചേർന്ന് ഈ കമ്മീഷന്റെ പ്രവർത്തനം വേഗതയിലാക്കാൻ സഹായിക്കണം. കമ്മീഷൻ വരും കൂടെ, അപ്പോ ഒരാള് പമ്പം കൊളുത്തി, അടുത്ത ആള് വേറെ, അപ്പോ ജഡ്ജിയല്ലേ, നമ്മളെ ഗണി പിന്നെയും വരട്ടെ നോക്കാം, നേരങ്ങ് പോവും. അതുകൊണ്ട് ഞങ്ങൾ അവരോട് സമാധാനപരമായി ഇതെല്ലാം നോക്കി മനസ്സിലാക്കി നിങ്ങളെ സഹായിക്കാനാ വരുന്നത്. കാരണം കമ്മീഷനോട് ഞങ്ങൾ ഇത് വഖഫാണ് അല്ലയോ എന്നൊന്നും നോക്കാൻ പറഞ്ഞിട്ടില്ല. ഒറ്റ കാര്യം ഞങ്ങൾ കമ്മീഷനോട് പറഞ്ഞിട്ടുള്ളൂ, നിങ്ങളുടെ അവകാശം എങ്ങനെ സംരക്ഷിക്കും, അതിന് എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് അതിനാവശ്യമായ റെക്കമെൻഡേഷൻ, ശുപാർശ നൽകൂ. ആ ശുപാർശ നൽകാൻ വരും, അതിനോടൊപ്പം വെക്കുക. പരമാവധി കമ്മീഷൻ ഫെബ്രുവരിയിൽ തന്നെ, 3 മാസം, നവംബർ അവസാനം നമ്മൾ തീരുമാനിച്ചു, ഗസറ്റ് ഇറങ്ങി, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി കമ്മീഷൻ റിപ്പോർട്ട് വന്നാൽ ആ റിപ്പോർട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിന് സഹായകരമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റു കാര്യങ്ങൾ ഇപ്പൊ കോടതിയിലെല്ലാം നിൽക്കുന്നുണ്ടല്ലോ, അതും വന്നോട്ടെ. ഏതാണെങ്കിലും ഇവരുടെ അവകാശം സംരക്ഷിക്കാൻ എല്ലാവരും ഈ കമ്മീഷനോട് സഹകരിച്ച് അതിവേഗതയിലെത്തിക്കണം. അത് ലീഗ് പറഞ്ഞു, കമ്മീഷൻ നന്നായി തീരുമാനം വരട്ടെ. ആകെ പ്രതിപക്ഷം കോൺഗ്രസ് മാത്രം പറഞ്ഞുള്ളൂ, ഇത് 10 മിനിറ്റ് കൊണ്ട് മുന്നണിയിലെ പ്രശ്നം തീർത്തിട്ടില്ല. 10 ദിവസം കഴിഞ്ഞ് 10 മാസം കഴിഞ്ഞാലും തീരില്ല. അത് അവരുടെ പ്രശ്നം. ഈ പ്രശ്നം ഞങ്ങൾ 3 മാസം കൊണ്ട് തീർക്കും. കമ്മീഷൻ വൈകിപ്പിക്കൽ തന്ത്രം ഇതാണോ? ഞങ്ങൾ വൈകിപ്പിക്കൽ തന്ത്രമാണോ? ഏതാണെങ്കിലും സംരക്ഷിക്കാൻ എന്ത് ചെയ്യണം എന്നത് ശുപാർശ ചെയ്യാൻ ഏറ്റവും യോഗ്യമായ സംവിധാനത്തെ നിയമിക്കുമ്പോ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ത് ചെയ്യണമായിരുന്നു? ഞങ്ങൾ ഇതാ കമ്മീഷനെ സഹകരിക്കുന്നു, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു നിൽക്കാം. ഇവിടെ ഭിന്നിപ്പിന് ശ്രമിക്കുന്നവർ അവർ മാറി നിൽക്കട്ടെ. ഒറ്റക്കെട്ടായി ഇവരെ സംരക്ഷിക്കാൻ നിയമപരമായി ചെയ്യാവുന്നത് നമുക്കൊന്നിച്ച് ചെയ്യാം എന്ന് പറയണ്ടേ? അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിച്ച സമീപനം അത് തെറ്റായി പോയി എന്ന് ഈ ഘട്ടത്തിലും മനസ്സിലാക്കി ഈ പൊതുവെ കമ്മീഷൻ പ്രവർത്തനങ്ങളോട് സഹകരിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.